ആ സമയം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 10:21 ആയിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് ഫോണ് ഓപ്പൺ ചെയ്തിട്ട് പൊസിഷൻ ആഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അത് നല്ലൊരു മൂവ്മെന്റും തന്നു. അപ്പൊ പിന്നെ അതിൽ ചാടി കയറിയിട്ട് വെറുതെ ഇമോഷണലി ചാടി കയറി എടുത്തിട്ട് എസ് അടിക്കുന്ന പരിപാടി അത് നിർത്തി. അപ്പൊ അതിന് പകരമാണ് വെയിറ്റ് ചെയ്ത് ഒന്നുകൂടി വെയിറ്റ് ചെയ്തപ്പോ സെയിം പാറ്റേൺ തന്നെ ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത് വരുന്ന കണ്ടപ്പോഴാണ് നമ്മൾ ഈ 55,000ന്റെ പുട്ട് ഓപ്ഷൻ അത് ഓൾമോസ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസിൽ നിന്നാണ് ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് സോറി ചെറുതായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് വന്നിട്ട് പിന്നെ ഒരു റെസിസ്റ്റൻസ് പെൻഡിങ് ഓർഡേഴ്സ് അവിടെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവിടേക്ക് വരാനായിട്ട് ഞാനിന്ന് മാർക്കറ്റ് ഓർഡറിലല്ല എൻ്റെ അടുത്ത് ലിമിറ്റ് ഓർഡർ തന്നെയാണ് ഇതിലും വെച്ചിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ലിമിറ്റ് ഓർഡറിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് വരുന്നുള്ള ഒരു വ്യൂവിലാണ് എൻട്രി എടുത്തിട്ടുള്ളത്. ഇപ്പൊ എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് എൻട്രി കിട്ടിയിട്ടുള്ളത് 789-ലാണ്. ചെറിയൊരു പ്രോഫിറ്റും ചെറിയൊരു സ്റ്റോപ്പ് ലോസും കാണിക്കുന്നുണ്ട്. ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുക്കുന്നത്. ബാങ്കിൽ നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ചിട്ട് ഒരു ലോട്ടൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ റിസ്ക് കുറവായിരിക്കും, റിവാർഡും സെയിം തന്നെ. പക്ഷെ കമ്പാരിറ്റീവ്ലി നിഫ്റ്റിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ വെക്കണ റിസ്ക് അതിന്റെ നേർ പകുതിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗമൊക്കെ ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി വരാറുണ്ട് എടുക്കുമ്പോൾ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഇന്ന് എൻട്രി കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒറ്റ ലോട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ 25K ടു 10 lakh ചലഞ്ചിൽ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ചിട്ട് 30 ക്വാണ്ടിറ്റി, അതായത് ഒരു ലോട്ട് മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ 1:3 തന്നെയാണ്. പിന്നെ അതിന്റെ മുകളിലേക്ക് സാധാരണ ഇടുന്ന പോലെ ഇട്ടുണ്ട്. ഇനിയിപ്പോ മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്തായാലും പ്രോഫിറ്റ് അല്ലെങ്കിൽ സോറി ടാർഗറ്റിലേക്ക് മൂവ് ചെയ്യണതിനനുസരിച്ചിട്ട് എക്സിറ്റ് ചെയ്യേണ്ട സമയത്ത് എക്സിറ്റ് ചെയ്യും. അപ്പൊ എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ലോസ് എന്നുള്ള ചെറിയ ചെറിയ പ്രോഫിറ്റ് ലോസാണ് കാണിക്കണത്. കാരണം ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. ഇപ്പോ നിഫ്റ്റിയിലാണെങ്കിൽ ഇത് സെയിം പോയിന്റ്സ് ഇട്ടിട്ടുള്ള 50 പോയിന്റ്സിന്റെ അടുത്താണ്. പക്ഷെ നിഫ്റ്റിയിലാച്ചെങ്കിൽ ഇതിന്റെ 5-6 മടങ്ങ് അല്ലെങ്കിൽ 4 മടങ്ങൊക്കെ ആയിട്ടല്ലേ നമ്മൾ ഇടാറ്. കാരണം 130 ക്വാണ്ടിറ്റിയുടെ അടുത്ത് എടുക്കും ബാങ്ക് നിഫ്റ്റി വെച്ചിങ്ങനെ. പക്ഷെ നല്ലൊരു മൂവ് തരിക വെച്ചിങ്ങനെ സെയിം പ്രോഫിറ്റിന് അടുത്തൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. പക്ഷെ ഇന്നിപ്പോ ലാസ്റ്റ് എക്സ്പയറി കഴിഞ്ഞിട്ട് ഒരു വീക്കിന്റെ മുകളിലേക്ക് പോയ കാരണമാണ് നമുക്ക് ഈ പ്രീമിയത്തിൽ കിട്ടിയത്. അപ്പോൾ അതും കൂടി നോക്കിയിട്ടാണ് എൻട്രി എടുത്തിട്ടുള്ളത്. അതെന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ എൻട്രി കൺസിഡർ ചെയ്തതിന് ശേഷം ലിമിറ്റ് ടോട്ടൽ എൻട്രി എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിലേക്ക് ഒരു ചെറിയൊരു മൂവ് തന്നു. പക്ഷെ അത്രയും നേരം കുറെ നേരമായിട്ട് നമ്മൾ ഇത് എൻട്രി എടുത്തതിന് ശേഷം ഇത് പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ എൻട്രി എടുത്തിട്ട് ഇത്രയും നേരമായ കഴിഞ്ഞ നിഫ്റ്റിയിലേക്ക് നമ്മൾ ഇന്ന് ഇട്ടിട്ടുള്ളത് നിഫ്റ്റിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 50 പോയിന്റ്സിന്റെ അടുത്താണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ 15 ഇടുന്നത് 15 ആണ് ഇടുക. നിഫ്റ്റിയിലാകുമ്പോൾ 50 പോയിന്റ്സിന്റെ അടുത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാറുണ്ട്. കാരണം ഒരു ക്യാൻഡിലേക്കും 50 പോയിന്റ്സിന്റെ അടുത്ത് ബാങ്ക് നിഫ്റ്റി സിമ്പിൾ ആയിട്ട് മൂവ് ചെയ്യും. അപ്പോ അതിന് ശേഷം ഇപ്പോഴാണ് ഈ ഒരു ക്യാൻഡിലാണ് ഇപ്പൊ വന്നിട്ടുള്ള ക്യാൻഡിലാണ് ചെറിയൊരു പ്രീമിയത്തിന്റെ മൂവ് നമുക്ക് കാണുന്നത്.
അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ്. ഇനിയിപ്പോ നമ്മളെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിലൊരു റെസിസ്റ്റൻസ് എടുത്താൽ മാത്രമാണ് താഴേക്ക് പോകാനുള്ള മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോ ഇങ്ങനെ വരുമ്പോ പലപ്പോഴും കുറെ നേരമൊക്കെ കഴിയുമ്പോഴേ നമ്മുടെ ഇമോഷൻസ് ഒക്കെ പോയി തിരിച്ച് കുറെ നേരം അതായത് കണ്ടിന്യൂസ് ചെറിയതായിട്ട് ഇങ്ങനെ പ്രോഫിറ്റ് കാണിച്ച് 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 ഒറ്റ സിംഗിൾ ക്യാൻഡിലേക്കും പലപ്പോഴും റിവേഴ്സലായിട്ട് ലോസിലേക്ക് വരുമ്പോ നല്ല ഇമോഷൻ പലപ്പോഴും വരാറുണ്ട്. കാരണം അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോട്ട് വരും. കാരണം ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക, നാളെ ആയാലും മാർക്കറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവിടെ ഇരിക്കണം എന്നുള്ളൊരു വ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് മെയിൻ കേസ്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോ ഞാൻ എന്തായാലും പതിയെ ഇപ്പൊ വെച്ച സ്റ്റോപ്പ് ലോസിന് എടുത്ത് ഒരു കോസ്റ്റിൽ കൊണ്ട് വെക്കും, ക്യാപിറ്റല് പ്രൊട്ടക്ട് ചെയ്യാം. ഇനിയിപ്പോ സെൽ അടിച്ചാലും വേറൊരു എൻട്രി എടുക്കാന്നുള്ള രീതിയിൽ. ഇപ്പൊ ഓൾമോസ്റ്റ് 1:2 അടുത്ത് കിട്ടിയിട്ടുണ്ട്. 2 above നമുക്ക് ഇപ്പൊ പ്രോഫിറ്റിലാണ്. പക്ഷെ 1:3 കിട്ടിയാൽ നമുക്ക് ഇറങ്ങാൻ നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം വെച്ചിരുന്ന വലിയ ടാർഗറ്റ്, അതായത് ഇന്നത്തെ ഡേ ഹൈ പോകുന്നുള്ളൊരു വ്യൂ ഉണ്ട്. പക്ഷെ എവിടം വരെ പോകും, അതായത് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള പ്രീമിയം ക്യാൻഡിലിന്റെ, അതായത് 55,000ന്റെ പുട്ട് ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ ഫസ്റ്റ് ക്യാൻഡില്, അത് വലിയൊരു ക്യാൻഡിലാണ്. അതിന്റെ ഡേ ഹൈ പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ അത് എപ്പോ പോകും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഇനി ഇതിന് ശേഷം ഇപ്പൊ കാരണം ഇത്രയും നേരമായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് വലിയ മൂവ് ഒന്നും കാണിക്കുന്നില്ല ബാങ്ക് നിഫ്റ്റി. അപ്പൊ അതിന് ശേഷം ഇനി പെട്ടെന്ന് ഒരു റിവേഴ്സിൽ വന്ന നേരെ ഇപ്പൊ കാരണം ചെറിയ പ്രോഫിറ്റ്, ചെറിയ ടാർഗറ്റ് ആണ് നമ്മളുടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയൊരു സ്റ്റോപ്പ് ലോസും. അപ്പൊ ഇന്ന് എത്രയും പെട്ടെന്ന് ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാന്നുള്ള ഒറ്റ വ്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ പെട്ടെന്ന് മൂവ് ചെയ്താൽ തന്നെ ഇപ്പൊ തന്നെ നാളെ ഞാൻ ഈ ഒരു ക്യാൻഡിൽ ടാർഗറ്റ് ഹിറ്റ് ആയി എന്നുള്ള മൂവിലാണ് ഇരുന്നത്. പക്ഷെ അവിടേക്ക് എത്തനാട്ടി മുന്നേ തന്നെ അത് റിവേഴ്സലായി. പലപ്പോഴും ഇങ്ങനെ ചെറിയൊരു ഇതിന് ഇപ്പോഴും ഇമോഷൻ വരാൻ തുടങ്ങി. കാരണം പ്രോഫിറ്റ് പെട്ടെന്ന് ഇനി ഇത് റിവേഴ്സലായി താഴത്തേക്ക് തിരികെ പോരാത്തതിന് 200 EMI ടച്ച് ചെയ്തിട്ട് നിക്കണത് സ്പോർട്സ് ചാർട്ടില്. അപ്പൊ ഒന്ന് നോക്കി നോക്കാം. ഇനി വലിയ കാരണം നമ്മള് അതുകൊണ്ട് മാത്രമാണ് നേരത്തെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വീണ്ടും കിട്ടുകയാണെങ്കിൽ ഒരു 1:2 above കിട്ടണം എന്നുള്ള രീതിയിൽ വെച്ചത്. പലപ്പോഴും അങ്ങനെ വെച്ചാൽ അത് ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും വലിയ ടാർഗറ്റ് കിട്ടാറുണ്ട്. എന്നാലും സേഫ് ആയിട്ട് ഇറങ്ങാലോ 1:2. നമ്മൾ എന്താണോ റിസ്ക് വെക്കുന്നത് അതിന്റെ ഇരട്ടി കിട്ടണം എന്നുള്ള രീതിയിൽ മാത്രം എൻട്രി എടുക്കുക.
പലപ്പോഴും നമ്മള് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാൻ ഒന്നും വർക്ക് ആവാറില്ല. എന്നാലും പരമാവധി നോക്കുക. ബിഗിനേഴ്സ് എന്നുള്ള രീതിയിലാണെങ്കിലും വീണ്ടും നമ്മളുടെ ഏരിയയിലേക്ക് തന്നെ വരുന്നുണ്ട്. ഒരു നല്ലൊരു 200 EMI ബ്രേക്ക് ചെയ്താൽ തന്നെ നല്ലൊരു മൂവ് വേണം. ഇന്നിപ്പോ ഇന്ന് ട്രേഡ് എടുത്ത കാരണം പെട്ടെന്ന് തന്നെ നമ്മള് കുറെ നേരം ഇരുന്ന കാരണം അപ്പൊ ഇനിയിപ്പോ ഒന്ന് വേറെ ട്രേഡ്സ് ഒന്നും ഉണ്ടാവില്ല. കാരണം പ്രോഫിറ്റ് ആണ് എക്സിറ്റ് ആണെങ്കിലും കൂടി ഒരു പ്രോഫിറ്റ് ആണ്. പിന്നെ ഓൾറെഡി 12 അപ്പോ വെയിറ്റ് ചെയ്യാം എന്തായാലും. ഇതിന് ശേഷം നല്ലൊരു മൂവ് വന്നാലും കൂടിയിട്ട് നമ്മൾ വേറെ ക്യാച്ച് ചെയ്യാൻ നിൽക്കുന്നില്ല ഇന്നത്തെ ദിവസം. വെയിറ്റ് ചെയ്യാം. ഉം. പലപ്പോഴും അതെ നമ്മുടെ ഫയേഴ്സിന്റെ ചാർട്ട് നമ്മൾ PNL ഫോണിൽ നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസങ്ങൾ വരാറുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ കംഫർട്ടാണ് ഫയേഴ്സിന്റെ ചാർട്ടായിട്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതിലാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും എല്ലാം സോൺസൊക്കെ വരച്ചിട്ടുള്ളത്. അപ്പൊ അത് കാരണം വേറെ ഇതിലേക്കൊന്നും മാറാനുള്ള ഒരു മടിയുണ്ട്. ഞാൻ ആദ്യം അപ്സ്റ്റോക്സ് ഒക്കെയും സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്തിരുന്നു. പിന്നെ അതിന് ശേഷം വേറെ ഒന്ന് രണ്ട് ബ്രോക്കേഴ്സ് യൂസ് ചെയ്തു. അതിന് ശേഷമാണ് ഇപ്പൊ ഫയേഴ്സിലേക്ക് വന്നത്. ഫയേഴ്സിലേക്ക് വന്നപ്പോൾ ഓക്കെ ആയിരുന്നു. ഞാൻ അതേപോലെ സീറോ ബ്രോക്കറേജ് ഫ്ലാറ്റ് ട്രേഡ് യൂസ് ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം അതിൽ അതിൻ്റെതായ പോരായ്മകളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും യൂസ് ചെയ്യാനായിട്ട് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഫയേഴ്സിന്റെ ആപ്പാണ്. അപ്പൊ ഞാൻ അതെടുത്ത് യൂസ് ചെയ്തത്. ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഹിറ്റ് ആവാം. ഓക്കെ, ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കാണിക്കണമെന്നില്ല കേട്ടാ. ഫോണിൽ ഓൾറെഡി ഓക്കെ ആണ്. പക്ഷെ സ്ക്രീൻ നമുക്ക് ഓക്കെ ആയിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, എക്സിക്യൂട്ട് ആയിട്ടുണ്ട്.